നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കട്ടപ്പന സുവർണഗിരിയിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഫോറൻസിക് സംഘവും തെളിവുകൾ ശേഖരിച്ചു. ഭാര്യ വീട്ടിലെത്തിയ ഫ്രാൻസിസിനെ വെൺമാന്ത്ര ബാബു കോടാലി ഉപയോഗിച്ച് കൊലപ്പെടുത്തിയത് വെള്ളിയാഴ്ച വൈകിട്ട്. കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് സർവകലാശാലയുടെ 14ാമത് സ്ഥാപിത ദിനാഘോഷം വാഗമൺ കോലാഹലമേട് ക്യാമ്പസിൽ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. ക്ഷീരമേഖലയും അതോടനുബന്ധിച്ചുള്ള പുൽകൃഷി വളർത്തലും സജീവമായ ഇടുക്കിയിൽ ഫാം ടൂറിസത്തിന് വലിയ പ്രാധാന്യമാണുള്ളതെന്ന മന്ത്രി. നെടുങ്കണ്ടത്ത് ഗാർഹിക പീഡന പരാതിയിൽ ഭർത്താവിനെതിരെ കേസെടുത്തു. 3 വർഷമായി ഗാർഹിക പീഡനം നേരിടുന്നതായും കൊലപ്പെടുത്താൻ ഭർത്താവ് ശ്രമിക്കുന്നതായും സൂചിപ്പിച്ച് നെടുങ്കണ്ടം പോലീസിൽ പരാതി നൽകിയത് തൂക്കുപാലത്ത് വിവാഹം കഴിച്ചയച്ച ആലപ്പുഴ സ്വദേശിനിയായ യുവതി. വിലക്കയറ്റത്തിൽ നട്ടം തിരിഞ്ഞ പൊതുജനങ്ങൾ. മലയാളിയുടെ തീൻമേശയിലെ ഇഷ്ടമത്സ്യമായ മത്തിയുടെ വില 350 കടന്നു. മറ്റു ജനപ്രിയ മത്സ്യങ്ങൾക്കെല്ലാം വില 300 രൂപയ്ക്ക് മുകളിൽ. വിശദമായ വാർത്തകളിലേക്ക്. കട്ടപ്പന സുവർണഗിരിയിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഫോറൻസിക് സംഘവും തെളിവുകൾ ശേഖരിച്ചു. വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ഭാര്യ വീട്ടിലെത്തിയ സുബിൻ ഫ്രാൻസിസിനെ വെൺമാന്ത്ര ബാബു കോടാലി ഉപയോഗിച്ച് കൊലപ്പെടുത്തിയത്. ഗർഭിണിയായ ഭാര്യയെ കാണാൻ എത്തിയതാണ് ഇലക്ട്രിക്കൽ ജോലിക്കാരനായ കൊല്ലപ്പെട്ട സുബിൻ. വഴിയരികിൽ കാർ പാർക്ക് ചെയ്ത് വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഇതുവഴി വന്ന പ്രതി ബാബു അസഭ്യം പറഞ്ഞു. തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കേറ്റമായി. ഇതിന് പിന്നാലെയാണ് ബാബു ഇയാളുടെ വീടിനുള്ളിൽ നിന്ന് കോടാലി എടുത്ത സുബിനെ അടിച്ചത്. അടികൊണ്ട് നിലത്ത് വീണ സുബിന്റെ തലയ്ക്ക് വീണ്ടും കോടാലി കൊണ്ട് ആഞ്ഞടിച്ചു. സുബിന്റെ ഭാര്യാ സഹോദരിയുടെ മുൻപിൽ വെച്ചായിരുന്നു ആക്രമണം. ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ലെന്ന് പ്രദേശവാസിയായ ടോമി പറയുന്നു. ഇരുന്നപ്പം അവൻ്റെ ഈ സുബിൻ കാറ് കൊണ്ടുപോയിട്ടു. സുബിൻ്റെ അമ്മായിപ്പനും ഫാദർലോയും സുബിനും കൂടി ഇവിടെ വന്ന് അവർ വണ്ടി ഒതുക്കിയിട്ടേച്ച്. അന്നേരത്തിന് ഞാൻ ഓർത്ത് ഇവർ താഴോട്ട് വീട്ടിലോട്ട് പോകുമെന്ന് ഓർത്തെ. ഞാൻ കുളിക്കാനായിട്ട് ബാത്റൂമിലേക്ക് പോയപ്പം ഇവിടെ ആ സുബിൻ്റെ ഭാര്യയുടെ അനിയത്തി അവിടെ വന്ന് കിടന്ന് ഒച്ചക്കിടന്ന് കാറി എൻ്റെ സുബിൻ ചേട്ടാ ഇതേ കൊല്ലുന്ന ഓടി വായുവെന്നും പറഞ്ഞ് കാറിയപ്പം ഞാൻ ഓടി വന്നപ്പോഴത്തേനും അവൻ വീട്ടിൽ കുളിച്ച് കിടക്കുകയാണ്. തലക്കെട്ട് വെട്ടേറ്റ് കിടക്കുന്ന ഭാഗമാണ് കണ്ടത്. ഞാൻ ഓടി വന്ന് പോയി എടുത്ത് പൊക്കി മടി വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ചെവി കൂടെ മുക്കിൽ കൂടെ ബ്ലഡ് വന്നു. ആള് അന്നേരം കൂടി അതിൻ്റെ മദർലോയും വന്നു. ഞങ്ങൾ 3 പേരും കൂടിയാണ് അവിടെ എത്തുന്നതിന് പോയി. ഇയാൾ സ്ഥിരമെന്ന് പറഞ്ഞാൽ ഇവിടെ നാട്ടുകാർക്ക് ജീവിക്കാൻ മേലാത്ത അവസ്ഥ. വഴിയെ ഒരു മനുഷ്യർക്ക് നടക്കത്തില്ല. ഇവിടെയുള്ള അയലോക്കക്കാർക്കൊന്നും ജീവിക്കത്തില്ല. ആകെപ്പാടെ ഇവൻ ഭയങ്കര ഒരു പ്രശ്നസന്ധ ഉണ്ടാക്കുന്നത്. എന്നെ തന്നെ കൊല്ലാൻ 2 പ്രാവശ്യം കല്ല് എടുത്തുകൊണ്ട് പുറകെ വരികയും ഞാൻ അവിടുന്ന് വണ്ടി കൊണ്ടുപോയിട്ട് അതിൻ്റെ അളിയൻ്റെ വീട് അവിടെ അളിയൻ്റെ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് വണ്ടി കൊണ്ടിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും അവൻ പുറകെ കല്ല് എടുത്തുകൊണ്ട് വലിയ കല്ല് എടുത്ത് എനിക്കിട്ട് എറിയാനായിട്ട് 2 പ്രാവശ്യം പോങ്ങി. ഞാൻ അവത്തോച്ചാൽ തിരിഞ്ഞു നോക്കി കാരണം ഞാൻ രക്ഷപ്പെട്ടതാണ്. ഇല്ല, അവൻ എന്നെ 2 പ്രാവശ്യം നോക്കി. പിന്നെ ഇവിടെ പലരോടും അവന് ഇതുപോലെ വഴിയെ പോകുന്ന പെണ്ണുങ്ങളോടൊക്കെ അസഭ്യം പറയുക, പെണ്ണുങ്ങളെ തുണി പൊക്കി കാണിക്കുക. അതുപോലെ തന്നെ അപ്പുറത്തെ വീട്ടിൽ അവരെയും വഴി നിന്ന് വെച്ച് അസഭ്യം പറയുകയും തുണി പൊക്കി കാണിക്കുകയും എന്നോടും എല്ലാവരോടും, ഒരു മനുഷ്യനോടൊന്നും എല്ലാവരോടും. ഇതിനു മുമ്പ് പിന്നെ ഈ കരോട്ടൊരു ആലപ്പാട്ട് കുഞ്ഞോഞ്ചാട്ടൻ എന്ന് പറഞ്ഞൊരു പുള്ളിയെ തലച്ചിട്ട് വെട്ടുകയും ഒക്കെ ചെയ്തായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ നടന്നു പോകുന്ന വഴിയല്ലേ? സ്കൂൾ കുട്ടികൾ ഒത്തിരി പേര് നടന്നു പോകുന്ന വഴിയാണ് ഇതിലെ സ്കൂൾ കുട്ടികളും പണി കഴിഞ്ഞ് പണിക്കാർ പെണ്ണുങ്ങളും എല്ലാം നടന്നു പോകുന്ന സമയമാണ്. ഇവൻ അങ്ങനെ വട്ടം അങ്ങനെയുള്ള കേസല്ല, ഇവന് കള്ളും കഞ്ചാവുമാണ്. ഇവന് കഞ്ചാവുപ്പനാണ് മെയിൻ. ഇവൻ ഈ കട്ടപ്പനയും സുവർണയിലും എല്ലാം ഇവൻ കഞ്ചാവുപ്പനെയും മയക്കുമരുന്നിന്റെ ബിസിനസ് ആണ് ഇവന് കൂടുതൽ. ഇവൻ പിന്നെ അവിടെ എങ്ങാണ്ടൊരു മുളകുകയുടെ കട്ടപ്പനയെങ്ങാണ്ട് നിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിന്റെ മറയിൽ എന്താ സംഭവം നമുക്കറിയത്തില്ല. ക്രിമിനൽ പശ്ചാത്തലമുള്ള ബാബുവിനെ പിന്നീട് അതിസാഹസികമായിട്ടാണ് പോലീസ് കീഴ്പ്പെടുത്തിയത്. ബലപ്രയോഗത്തിനിടെ എസ്ഐക്കും കോടാലി കൊണ്ട് വെട്ടേറ്റു. ഫോറൻസിക് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. യാതൊരു കുറ്റബോധവുമില്ലാതെ നടന്ന സംഭവങ്ങൾ ഇയാൾ പോലീസിനോട് വിവരിച്ചു. ലഹരി ഉപയോഗിച്ച ശേഷം ബാബു ആളുകളെ ആക്രമിക്കുന്നതും അസഭ്യം പറയുന്നതും സ്ഥിരമായിരുന്നെന്ന് നാട്ടുകാർ പറയുന്നു. കട്ടപ്പന ഡിവൈഎസ്പി PV ബേബിയുടെ നേതൃത്വത്തിൽ SHO N സുരേഷ് കുമാറും സംഘവുമാണ് പ്രതിയെ തെളിവെടുപ്പിന് എത്തിച്ചത്. കോടതിയിൽ ഹാജരാക്കിയ ബാബുവിനെ റിമാൻഡ് ചെയ്തു. കട്ടപ്പന സുവർണഗിരിയിലെ കൊലപാതകത്തിലെ പ്രതി വെൺമാന്ത്ര ബാബു അക്രമകാരിയും പ്രദേശവാസികൾക്ക് സ്ഥിര ശല്യക്കാരനും. അക്രമ സ്വഭാവം പുലർത്തിയിരുന്ന ഇയാൾക്കെതിരെ ഡിവൈഎസ്പിക്കടക്കം മുൻപ് പ്രദേശവാസികൾ പരാതി നൽകിയിരുന്നു. എക്സൈസ് ഓഫീസറെയും നിരവധി പ്രദേശവാസികളെയും ആക്രമിച്ച ചരിത്രം ബാബുവിനുണ്ട്. സുബിന്റെ കൊലപാതകത്തെ തുടർന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യാനെത്തിയ SIക്കെതിരെയും ബാബു ആക്രമണം നടത്തിയിരുന്നു.
ലഹരി ഉപയോഗിച്ചാൽ മനോനില തെറ്റുന്ന ബാബുവിനെ നാട്ടുകാർക്ക് ഭയമാണ്. ഏതാനും നാളുകൾക്ക് മുൻപ് അയൽവാസിയെ ഇയാൾ വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നു. കഞ്ചാവ് വിൽപ്പന നടത്തുന്നതിനിടെ പിടികൂടാനെത്തിയ എക്സൈസ് ഉദ്യോഗസ്ഥനെയും ബാബു ആക്രമിച്ചു. കഞ്ചാവും മദ്യവും ഉപയോഗിച്ച ശേഷം സ്ത്രീകളോട് മോശമായി പെരുമാറുന്നതാണ് ഇയാളുടെ മറ്റൊരു രീതി. പ്രതിയുടെ ശല്യം കാരണം കഴിഞ്ഞ മാർച്ചിൽ അയൽവാസിയായ വയോധിക പോലീസിൽ പരാതി നൽകിയിരുന്നു. നഗ്നതാ പ്രദർശനം നടത്തുന്നുവെന്നും മോശമായി സംസാരിക്കുന്നുവെന്നുമായിരുന്നു പരാതി. ഇവരുടെ വളർത്ത നായയെ വരെ ബാബു ഉപദ്രവിച്ചിട്ടുണ്ട്. മിക്ക സമയങ്ങളിലും വീടിന് പുറത്ത് റോഡിൽ പാറപ്പുറത്തിരിക്കുന്ന ബാബു സ്കൂൾ കുട്ടികൾക്കും ഭയമായിരുന്നു. വലിയ പിടികളൊക്കെ സാഹചര്യം, പെണ്ണുങ്ങൾക്ക് വലിയ പോകാൻ മേലാത്തൊരു സാഹചര്യം, കഞ്ചാവ് അടിച്ച് ഇറങ്ങി നടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇതിനു മുമ്പ് ഒരു 10 വർഷം മുമ്പ് കണ്ട് കല്യാണത്തിനുള്ള ഇവനെ ആശുപത്രിയിലാക്കണമെന്ന് പറഞ്ഞ് വന്നതിലേക്ക് നമ്മുടെ ഒരാൾക്ക് കയറി കോടാലിക്ക് കയറി ഇതുപോലെ തന്നെ കോടാലിക്ക് കയറി അടിച്ച് പുള്ളിയുടെ ധൈര്യം കൊണ്ട് പുള്ളി രക്ഷപ്പെട്ടു പോയതാണ്. ഇപ്പോൾ ഇതിൽ അങ്ങോട്ട് ഒരു ശല്യത്തിന് പോകുന്ന ഒരു പയ്യനല്ല, നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു പയ്യനായിരുന്നു. അവൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. ഇവനെ ശരിക്കും ഇവിടെ ഈ നാട്ടിൽ ആൾക്കാർ പറഞ്ഞാൽ നമ്മൾ പള്ളിക്ക് വെച്ച് കൊടുത്ത ഒരു വീടാണ്, അവരാർ പള്ളിയിൽ നിന്ന് വെച്ച് കൊടുത്ത വീടാണ്. ഇപ്പോൾ ഈ അവിടുത്തെ ആൾക്കാർ പറഞ്ഞത് ഇവനെ ഇവിടെ താമസിക്കാൻ പറ്റത്തില്ലെന്നുള്ള സാഹചര്യത്തിലാണ് ഇപ്പം എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും ഇനിയിപ്പോൾ ഇവർ സമ്മതിക്കില്ല, വീടുള്ള അയൽക്കാർ ആരും സമ്മതിക്കത്തില്ല ഇവനെ ഇവിടെ താമസിപ്പിക്കാനായിട്ട്. അപ്പോൾ അതിന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അധികാരികളുടെ ഭാഗത്തുനിന്ന് നടപടികളുണ്ടാകണം, ഇവനെ പുറത്തു വിടാതിരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാകണം. അമ്മയുടെ കാര്യമുണ്ട്, അതെങ്ങനെ എന്ന് നമുക്കറിയത്തില്ല. എന്താണെങ്കിലും ഇവനെ ഇവിടെ താമസിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല, ഇവനെ ഇവിടെ കാണാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. ഉണ്ടെങ്കിൽ തന്നെ അത് എന്നെ ഭയങ്കര വിഷയമായിട്ട് മാറുകയും ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചു നാളുകൾക്ക് മുൻപ് റോഡിലൂടെ നടന്നു പോകുകയായിരുന്ന സമീപവാസിക്ക് നേരെ വലിയ കല്ല് എടുത്തെറിഞ്ഞിരുന്നു. അത്ഭുതകരമായാണ് അന്ന് അയാൾ രക്ഷപ്പെട്ടത്. മൂർച്ചയേറിയ കോടാലിയും വാക്കത്തിയും പ്രതിയുടെ പക്കലുണ്ട്. ഇതുപയോഗിച്ചാണ് കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയത്. അപ്രതീക്ഷിതമായിട്ടാണ് ഭാര്യയെ കാണാനെത്തിയ കക്കാട്ടുകട കളപ്പുരയ്ക്കൽ സുബിനെ ബാബു ആക്രമിച്ചത്. വഴിയരികിൽ സുബിനും ഭാര്യാപിതാവും ചേർന്ന് കാർ നന്നാക്കുന്നതിനിടെ ബാബു അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതാണ് യുവാവിന്റെ അരുംകൊലയ്ക്ക് കാരണമായത്. ആക്രമണത്തിന് ശേഷം വീടിനുള്ളിൽ കയറി ഒളിച്ച പ്രതിയെ കീഴ്പ്പെടുത്തുന്നതിനിടെ കട്ടപ്പന SI ഉദയകുമാറിനെയും ഇയാൾ കോടാലി കൊണ്ട് ആക്രമിച്ചു. സുബിന്റെ ഭാര്യാപിതാവ് നൽകിയ സ്ഥലത്ത് പള്ളി നിർമ്മിച്ചു നൽകിയ വീട്ടിലാണ് കൊലപാതകിയും മാതാവും താമസിക്കുന്നത്. ക്ഷീരമേഖലയും അതോടനുബന്ധിച്ചുള്ള പുൽകൃഷി വളർത്തലും സജീവമായി ഇടുക്കിയിൽ ഫാം ടൂറിസത്തിന് വലിയ പ്രാധാന്യമാണുള്ളതെന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസസ് സർവകലാശാലയുടെ 14ാമത് സ്ഥാപിത ദിനാഘോഷം വാഗമൺ കോലാഹലമേട് ക്യാമ്പസിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. നിറവറ്റ് 14 എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. നിറവറ്റ് 14 എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ക്ഷീര കർഷകരുടെ ഉന്നമനത്തിനായി ആവിഷ്കരിച്ച 14 പദ്ധതികളും പരിപാടിയോടനുബന്ധിച്ച് നാടിന് സമർപ്പിച്ചു. പീരുമേട് MLA വാഴൂർ സോമൻ അധ്യക്ഷനായിരുന്നു. വൈസ് ചാൻസലർ ഡോക്ടർ KS അനിൽ മുഖ്യപ്രഭാഷണം നടത്തി. പരിപാടിയിൽ സർവകലാശാല ഭരണസമിതി അംഗങ്ങൾ, ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രുതി പ്രദീപ്, ഗ്രാമപഞ്ചായത്ത് അംഗം സിനി വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു. വൈസ് ചാൻസലർ ഡോക്ടർ KS അനിൽ, അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ നൈസി തോമസ് എന്നിവർ നേതൃത്വം നൽകി. മൃഗസംരക്ഷണ മേഖലയിൽ വിദ്യാഭ്യാസം, ഗവേഷണം, വിജ്ഞാന വ്യാപനം എന്നീ മാനദണ്ഡങ്ങൾ പ്രകാരം പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാല. വെറ്റിനറി സയൻസിലും ഡയറി സയൻസിലും ബിരുദം, ബിരുദാനന്തര ബിരുദം, ഡോക്ടറേറ്റ് കോഴ്സുകളും, പൗൾട്രി സയൻസ്, ഫുഡ് സയൻസ് വിഷയങ്ങളിൽ ബിരുദവും, വിവിധ ഡിപ്ലോമകളും ഉൾപ്പെടെയുള്ള കോഴ്സുകളും വിവിധ ഗവേഷണ പ്രവർത്തനങ്ങളും ഇവിടെ നടത്തുന്നുണ്ട്. ടെക്നോളജി, ബിസിനസ് ഇൻക്യുബേഷൻ സെന്റർ, എക്സ്പെരിമെന്റൽ ഡയറി പ്ലാന്റ്, ബേസ് ഫാമിന് പുതിയ ഓഫീസ് കെട്ടിടം, ഫാം അനുബന്ധ പരിശീലന കേന്ദ്രം, മെഗാ ബയോഗ്യാസ് പ്ലാന്റ്, വിൽപ്പന കേന്ദ്രം, ഫാം ടൂറിസം പദ്ധതികൾ എന്നിവയാണ് കോലാഹലമേട് ക്യാമ്പസിൽ ആരംഭിക്കുന്ന പദ്ധതികൾ. നെടുങ്കണ്ടത്ത് ഗാർഹിക പീഡന പരാതിയിൽ ഭർത്താവിനെതിരെ കേസെടുത്തു. തൂക്കുപാലത്ത് വിവാഹം കഴിച്ചയച്ച ആലപ്പുഴ സ്വദേശിനിയാണ് 3 വർഷമായി ഗാർഹിക പീഡനം നേരിടുന്നതായും കൊലപ്പെടുത്താൻ ഭർത്താവ് ശ്രമിക്കുന്നതായും സൂചിപ്പിച്ച് നെടുങ്കണ്ടം പോലീസിൽ പരാതി നൽകിയത്. കഴിഞ്ഞ ദിവസം രാത്രി ഭർത്താവിന്റെ മർദ്ദനത്തെ തുടർന്ന് വീട്ടിൽ നിന്നും ഓടി അയൽപ്പക്കത്ത് അഭയം പ്രാപിച്ച യുവതിയെ ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. 3 വർഷം മുമ്പാണ് പെൺകുട്ടിയെ തൂക്കുപാലം ചെരുവിള പുത്തൻ വീട്ടിൽ അജീഷിന് വിവാഹം കഴിച്ചു നൽകിയത്. യുവതിയുടെ 19ാം വയസ്സിലായിരുന്നു വിവാഹം. 1 ലക്ഷം രൂപയും 15 പവനും സ്ത്രീധനമായി നൽകി. എന്നാൽ സ്ത്രീധനം കുറഞ്ഞുപോയി എന്ന പേരിൽ ഭർത്താവും ഭർത്തൃമാതാവും നിരന്തരമായി പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് പെൺകുട്ടിയുടെ പരാതി. പീഡനം രൂക്ഷമായപ്പോൾ കേസ് കൊടുക്കുകയും പോലീസ് നടത്തിയ മധ്യസ്ഥ ചർച്ചയിൽ ഒത്തുതീർപ്പാകുകയും വീണ്ടും തൂക്കുപാലത്തെ വീട്ടിലേക്ക് പെൺകുട്ടിയെ ഭർത്താവ് കൊണ്ടുവരികയുമായിരുന്നു. പിന്നീട് വിഷം കൊടുത്ത പെൺകുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതായും ഗർഭിണിയായിരിക്കെ മർദ്ദനം മൂലം ഗർഭം അലസിയതായും പെൺകുട്ടി പറയുന്നു. പ്ലസ് ടു കഴിഞ്ഞ് 19 വയസ്സ് തികയാനിരുന്നപ്പോഴാണ് കല്യാണം നടന്നത്. അപ്പോൾ 1 ലക്ഷം രൂപ 15 പവനോളം വീട്ടുകാർ കടമൊക്കെ കയറി കൊടുത്തിരുന്നു. കൈ കിട്ടുന്ന സാധനങ്ങളും എല്ലാം കൊണ്ട് ഉപദ്രവിക്കാൻ തുടങ്ങി.
ഈ സ്ത്രീധനത്തിൻ്റെ പേരിൽ തന്നെ ആയിരുന്നു കൂടുതൽ ഉപദ്രവിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഇപ്പോൾ 3 വർഷം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട്. മുഖത്തൊക്കെ അടിച്ച് പൊട്ടിച്ച് വീട്ടിൽ കൊണ്ടുവിടുകയും അങ്ങനെ വീട്ടുകാർ കേസ് കൊടുത്തു കഴിഞ്ഞ് ഒത്തുതീർപ്പാക്കി പിന്നെ പോരുകയും അങ്ങനെ തുടർന്ന് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ പിന്നെയും അമ്മായിമ്മ ഇതുപോലെ സ്വർണ്ണത്തിൻ്റെ കാര്യം പറഞ്ഞ് പിന്നെയും പ്രശ്നമുണ്ടായി. പിന്നെ ഇതുപോലെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. അങ്ങനെ കോടതി കേസ് കൊടുത്തു. ഡിവോഴ്സ് എന്നുള്ള രീതിയിൽ ആയി. അത് പകുതി ആയപ്പോഴത്തേക്കിന് പിന്നെയും ഒത്തുതീർപ്പാക്കി വിളിച്ചുകൊണ്ട് പോകും. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് നാൾ നല്ല രീതിയിൽ പിന്നെയും പൊയ്ക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ ഇതുപോലെ അടിയായി. അങ്ങനെ ലാസ്റ്റ് അമ്മായിമ്മ എനിക്ക് വിഷം തരികയും അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിലാവുകയും ചെയ്തു. അങ്ങനെ ഹോസ്പിറ്റലിലായി കുറച്ച് നാൾ മെഡിക്കൽ കോളേജിലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കുകയും അവിടുന്ന് തിരിച്ച് വിളിച്ചുകൊണ്ട് വരികയൊക്കെ ചെയ്തു. പിന്നീട് പ്രഗ്നൻ്റ് ആയ സമയത്ത് പോലും ഇവർ വെറുതെ വിട്ടില്ല. ആ സമയത്ത് പട്ടിണി കിട്ടും ഉപദ്രവിച്ച് എൻ്റെ കുഞ്ഞിനെ അവരില്ലാതാക്കി. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഭർത്താവും മാതാവും ചേർന്ന് പെൺകുട്ടിയെ മർദ്ദിച്ചു. ഒടുവിൽ വീട്ടിൽ നിന്നും ഇറങ്ങിയോടി രക്ഷപ്പെട്ട പെൺകുട്ടി അയൽ വീട്ടിലാണ് അഭയം തേടിയതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. കൂടി വരുന്നതും അയാളുടെ 25 വിഷയം എന്ന് വെച്ചാൽ രാജിയും അമ്മയും കൂടെ കൂടി ഇങ്ങനെ മാരകമായിട്ട് ഉപദ്രവിച്ചു. അതിനകത്ത് അന്നേരമാണ് കാര്യങ്ങൾ. ഇതിനു മുന്നേ ഒത്തിരി സംഭവങ്ങൾ ഇതിനോട്ടുണ്ടായിരുന്നു. വിഷം കൊടുത്ത കാര്യങ്ങളും ഇത് 2 മാസവും 3 മാസമാണ് പ്രകടനമുണ്ടായിരുന്നു. അതിനു മുന്നേ ഗർഭം അലർച്ച കളയാൻ വേണ്ടി ഇതിനെക്കുറിച്ച് തന്നെ അവൻ തന്നെ പല മാർഗങ്ങളും നടത്തുന്നു. തള്ളെ ഇതിനോടുകൂടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ഗോപിക ഞങ്ങളോട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് വെച്ച് ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ അവിടുത്തെ ഞങ്ങളുടെ കൂട്ടുന്ന മെമ്പറെ വിളിക്കുകയും നമ്മളോട് അനുഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് മെമ്പറിനെ കൂട്ടി രാത്രി 12 മണിയോളം തന്നെ നെടുങ്കണ്ടം താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യുകയും അതിനുശേഷം പോലീസ് ഇവിടുന്ന് ഇൻക്വസ്റ്റ് കൊടുക്കുകയും അങ്ങനെ പോലീസോട് കൂടിയായിട്ട് പോവുകയും കൊച്ച് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നതാണ്. യുവതിയുടെ പരാതിയിൽ നെടുങ്കണ്ടം പോലീസ് കേസെടുത്തു. ഗാർഹിക പീഡന വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. വിലക്കയറ്റത്തിൽ നട്ടം തിരിഞ്ഞ പൊതുജനങ്ങൾ. മലയാളികളുടെ തീന്മേശയിലെ ഇഷ്ട മത്സ്യമായ മത്തിയുടെ വില 350 കടന്നു. മറ്റ് ജനപ്രിയ മത്സ്യങ്ങൾക്കെല്ലാം 300 രൂപയ്ക്ക് മുകളിലാണ് വില. പച്ചക്കറിക്കും മാംസത്തിനുമെല്ലാം ഇതേ അവസ്ഥ തന്നെയാണ്. ഹൈറേഞ്ചിലെ ജനങ്ങളുടെ ഇഷ്ടവിഭവങ്ങളിലൊന്നായ മത്സ്യത്തിന്റെ വില ഒരാഴ്ച കൊണ്ട് 200 രൂപയ്ക്ക് മുകളിലായി. ജനപ്രിയ മത്സ്യമായ മത്തിയുടെ വില 350 കടന്നു. കിളിമീൻ 240, ചെമ്മീൻ 400, കൊഴുവ 200, ഓലക്കുട 450 എന്നിങ്ങനെയാണ് മറ്റു മത്സ്യങ്ങളുടെ വില. ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയതോടെ മത്സ്യത്തിന്റെ വില ഇരട്ടിയായി. വിലക്കയറ്റം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് സാധാരണ ജനങ്ങളെയാണ്. വിലക്കയറ്റം നല്ല രീതിയിൽ കച്ചവടത്തെയും ബാധിച്ചതായി വ്യാപാരികൾ പറഞ്ഞു. സാധാരണക്കാരന് മീൻ വെച്ച് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. ഈ വില കയറ്റം എങ്ങനെ വണ്ടി ഓടുന്ന പൈസ നമുക്കൊന്ന് സാധനം മേടിക്കാനും അങ്ങനെയുള്ള സാധനങ്ങൾ. അതുപോലെ മീനിൻ്റെ വിലയാണ്, കോഴിയുടെ വിലയാണ്, എല്ലാം വില ഭയങ്കര കൂടുതലാണ്. ഒരു രക്ഷയില്ല കഴിക്കാനായിട്ട്. കടൽ മീൻ എന്ന് പറയുമ്പോൾ നല്ല വിലയാണ്. ഈ കഴിഞ്ഞ ഞായറാഴ്ചയൊക്കെ 380 വരെ മത്തിക്കുണ്ട് കിളി. അപ്പം പൊതുജനങ്ങൾക്ക് താല്പര്യമില്ല. ഇവിടെ നല്ല വൈക്കത്തിരുന്ന് നല്ല പാടത്ത് നല്ല മീനുകളാണ് വളർത്തു മീനും മാത്രമുള്ള ഇവിടെ വിൽപ്പന. പൊതുജനങ്ങൾ വരുന്നൊരു കസ്റ്റമർ എല്ലാം വരുന്നത് കിളിക്കും വിലയായി 240. അപ്പം തന്നെ തിരിച്ചു പോകുക. ഇപ്പം ഞങ്ങൾ ഫ്രഷ് മീൻ ഇപ്പം നെയ്മീൻ്റെ വിലയില്ല. സാധാരണക്കാരിപ്പോൾ നെയ്മീൻ മേടിക്കുന്ന ഗതികളായി. ഇപ്പം നല്ല വില കൂടുന്ന ഈ കൊഞ്ചിനൊക്കെ 400 വിലയുണ്ട്. അതൊരു സമയം 800-850 വില വരുന്ന സാധനമാണ്. മത്സ്യത്തിനൊപ്പം പോത്തിറച്ചിക്കും പന്നിയിറച്ചിക്കും ചിക്കനും പച്ചക്കറിക്കും ഉൾപ്പെടെ വിലക്കയറ്റം ഉണ്ടായിട്ടുണ്ട്. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാർ തലത്തിലുള്ള ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പൊതുജനങ്ങളും വ്യാപാരികളും പ്രതിസന്ധിയിലാകും. കാഞ്ചിയാർ തൊപ്പിപ്പാളയിൽ പലചരക്ക് കടയ്ക്ക് തീപിടിച്ച് 3 ലക്ഷം രൂപയുടെ നാശനഷ്ടം. തങ്കച്ചൻ കുഴിപ്പള്ളിയിൽ എന്ന ആളുടെ പലചരക്ക് കടയാണ് കത്തി നശിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി 12 മണിയോടെയായിരുന്നു സംഭവം. തൊപ്പിപ്പാള ടൗണിൽ പ്രവർത്തിക്കുന്ന അച്ചൂസ് വെജിറ്റബിൾസ് എന്ന പലചരക്ക് കടയിലാണ് തീപിടുത്തമുണ്ടായത്. തങ്കച്ചൻ കുഴിപ്പള്ളിയിൽ എന്നയാളുടെ കടയാണിത്. കടയിൽ നിന്നും വലിയ രീതിയിലുള്ള പുക ഉയരുന്നത് കണ്ട് റോഡിലൂടെ പോയ ആളുകളാണ് ഉടമയെ വിവരമറിയിച്ചത്. തുടർന്ന് കട്ടപ്പന ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുകയായിരുന്നു. കട പൂർണ്ണമായും കത്തി നശിച്ചെന്നും 3 ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായെന്നും കടയുടമ തങ്കച്ചന്റെ മകൻ ആദർശ് പറഞ്ഞു. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ അവർ വന്ന് തീ അണയ്ക്കുകയായിരുന്നു. ഏകദേശം 3 ലക്ഷം രൂപയോളം നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. എന്നാണ് ആദ്യത്തെ ഒരു 3 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഷോർട്ട് സർക്യൂട്ടാണ് തീ പിടിക്കാനായിട്ടുള്ള കാരണമായിട്ട് പ്രാഥമിക നിഗമനത്തിൽ നമുക്ക് പറയാനുള്ളത് മാത്രമേ.
ഫയർഫോഴ്സും ആ ഒരു നിയമനത്തിൽ തന്നെയാണ്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തമുണ്ടാകാൻ കാരണം. അടുത്തുള്ള കടകളിലെ ജനലുകൾക്കും മറ്റും ചെറിയ രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചു. 1 മാസം മുമ്പാണ് 2 ലക്ഷത്തോളം രൂപ ചെലവിട്ട് കട നവീകരിച്ചത്. പൊതുജനങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും ദോഷകരമായ രീതിയിൽ കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നുമുള്ള ബൈപ്പാസിൽ നഗരസഭ ഓട്ടോ സ്റ്റാൻഡ് അനുവദിച്ച നടപടി പിൻവലിക്കണമെന്ന് വ്യാപാരി വ്യവസായി സമിതി ആവശ്യപ്പെട്ടു. ഇതിന്റെ ഭാഗമായി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരാതിയും നൽകി. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും പുളിയമല റോഡിലേക്കുള്ള ബൈപ്പാസിലാണ് കഴിഞ്ഞ 12-ാം തീയതി മുതൽ പുതിയ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് അനുവദിച്ചത്. കച്ചവട സ്ഥാപനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നതോടൊപ്പം പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യവും തടയുന്ന തരത്തിലാണ് ഓട്ടോ സ്റ്റാൻഡ് ആരംഭിച്ചിരിക്കുന്നതെന്നാണ് വ്യാപാരി വ്യവസായി സമിതിയുടെ ആരോപണം. കട്ടപ്പന നഗരസഭ, ഡിവൈഎസ്പി, ട്രാഫിക് പോലീസ് സ്റ്റേഷൻ, ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി എന്നിവിടങ്ങളിലാണ് സമിതി പരാതി നൽകിയിരിക്കുന്നത്. ഈ റെഗുലേറ്ററി കമ്മിറ്റിയിൽ വ്യാപാര സമൂഹത്തെ, വ്യാപാരി നേതാക്കളെയോ മറ്റ് ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെ പോലും അറിയിക്കാതെ അവർ ഒരു സ്ഥാപിത താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അനധികൃത ഓട്ടോ സ്റ്റാൻഡ് അവിടെ കൊടുക്കുകയും അത് പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുകയും ചെയ്തു. അതിന് ഞങ്ങൾ ഇപ്പോൾ കട്ടപ്പന മുനിസിപ്പാലിറ്റിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. കട്ടപ്പന ഡിവൈഎസ്പിക്കും ട്രാഫിക് യൂണിറ്റിനും പരാതി കൊടുത്തിട്ടുണ്ട്. ഈ കാര്യത്തിൽ അടിയന്തരമായിട്ട് നടപടികൾ സ്വീകരിക്കുമെന്ന് കട്ടപ്പന ഡിവൈഎസ്പി അറിയിച്ചിട്ടുണ്ട്. കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നും അതിന് വേണ്ട നടപടികൾ ഉണ്ടാകണമെന്ന് കേരള വ്യാപാരി വ്യവസായി സമിതി ആവശ്യപ്പെടുന്നു. നോ പാർക്കിംഗ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്താണ് സ്റ്റാൻഡിന് അനുമതി നൽകിയതെന്നും ആക്ഷേപമുണ്ട്. വ്യാപാരി വ്യവസായി സമിതി അംഗങ്ങളെ ഉൾപ്പെടെ പലരെയും അറിയിക്കാതെയാണ് കഴിഞ്ഞ ദിവസം ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി വിളിച്ചു ചേർത്തതെന്നും നേതാക്കൾ പറഞ്ഞു. വ്യാപാരി വ്യവസായി സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് മജീഷ് ജക്കുവിന്റെ നേതൃത്വത്തിലുള്ള അംഗങ്ങളാണ് പരാതി നൽകിയത്. വിഷയത്തിൽ നടപടിയെടുക്കാത്ത പക്ഷം നഗരസഭാ ഓഫീസിനു മുമ്പിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുമെന്നും നേതൃത്വം അറിയിച്ചു. ഇടുക്കി ജലാശയത്തിന്റെ ഭാഗമായ അയ്യപ്പൻകോവിൽ മേഖലയിൽ തോട്ടയിട്ട് മത്സ്യമേഖലയെ നശിപ്പിക്കുന്നതായി പരാതി. തോട്ടയിടുന്നതിനെ തുടർന്ന് വ്യാപകമായി ചെറു മത്സ്യങ്ങൾ ഉൾപ്പെടെ ചത്തുപൊങ്ങുകയാണ്. അയ്യപ്പൻകോവിൽ മേഖലയിലാണ് വ്യാപകമായി തോട്ട ഉപയോഗിച്ച് മത്സ്യസമ്പത്ത് നശിപ്പിക്കുന്നതായി പരാതി ഉയർന്നിരിക്കുന്നത്. അയ്യപ്പൻകോവിൽ പുരാതന ക്ഷേത്രത്തോട് ചേർന്ന ഭാഗങ്ങളിലും തോണിത്തടി ഭാഗത്തുമാണ് തോട്ട ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നിരവധി മത്സ്യക്കുഞ്ഞുങ്ങളെ പെരിയാറ്റിൽ നിക്ഷേപിച്ചിരുന്നു. എന്നാൽ വ്യാപകമായി തോട്ടയിടുന്നതിനാൽ മത്സ്യസമ്പത്തിനെ ഇത് കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ടവർ ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. സർക്കാർ കോടിക്കണക്കിന് രൂപ മുടക്കിയാണ് കുഞ്ഞുങ്ങളെ ഡാമിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ശ്രദ്ധ ഉണ്ടാകാത്തതുകൊണ്ട് ചില സാമൂഹിക വിരുദ്ധർ വ്യാപകമായിട്ടും തോട്ടയിട്ട് ഈ മത്സ്യക്കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഡാമിനെ അപേക്ഷിച്ച് ഉപജീവനം നടത്തുന്ന ഒരുപാട് ആദിവാസി വിഭാഗങ്ങളുണ്ട് ഇവിടെ. അവർക്കെല്ലാം ഒരു നിവൃത്തിയും ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് സാമൂഹിക വിരുദ്ധർ ഇവിടെ തോട്ടയിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് എത്രയും പെട്ടെന്ന് അധികൃതർ ഒരു നടപടി എടുത്തെങ്കിൽ ഇപ്പം ബ്രീഡിംഗ് നടക്കുന്ന ഈ സമയത്ത് ഇതുങ്ങൾ മുഴുവൻ നശിച്ചു പോകാനും സർക്കാർ മുടക്കിയിരിക്കുന്ന കോടികൾ വെറുതെ ആയി പോകാനുമുള്ള സാഹചര്യമുണ്ട്. മത്സ്യമേഖലയെ ഉപജീവന മാർഗമായി സ്വീകരിച്ചിരിക്കുന്ന നിരവധി മത്സ്യത്തൊഴിലാളികളാണ് ഈ മേഖലയിലുള്ളത്. സിലോപ്പിയ, കട്ടള, മറ്റു ചെറുമീനുകൾ തുടങ്ങിയവയാണ് ചത്തുപൊങ്ങുന്നതിൽ ഏറെയും. 1 മാസം മുമ്പ് തോണിത്തടിയിലെ ആശാൻ കയത്തിനോട് ചേർന്ന സാമൂഹിക വിരുദ്ധർ നഞ്ചു കലക്കിയിരുന്നു. ഇതേ തുടർന്ന് നിരവധി മത്സ്യങ്ങളാണ് ചത്തുപൊങ്ങിയത്. ഇത്തരത്തിലുള്ള സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ആവശ്യപ്പെടുന്നത്. മൂന്നാർ ടൗണിൽ തകർന്നു കിടക്കുന്ന നല്ലതണി പാലം പുനർനിർമ്മിക്കാൻ നടപടിയില്ല. വിനോദസഞ്ചാരികളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി ആളുകൾ യാത്ര ചെയ്തിരുന്ന പൊതുമരാമത്ത് വകുപ്പിന്റെ നടപ്പാലമാണ് നാളുകളായി തകർന്നു കിടക്കുന്നത്. 2023 ഡിസംബർ 8-നാണ് നല്ലതണ്ണി ജംഗ്ഷനിലെ നടപ്പാലം തകർന്നു വീണത്. അപകടത്തിൽ മൂന്നാർ കോളനി സ്വദേശിക്ക് പരിക്കേറ്റിരുന്നു. പാലത്തിൽ മറ്റാരുമില്ലാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് അന്ന് ഒഴിവായത്. ചെറുവാഹനങ്ങൾ പാലത്തിലൂടെ പോകുമായിരുന്നെങ്കിലും ബലക്കുറവുള്ളതിനാൽ കാൽനട യാത്രയാണ് അനുവദിച്ചിരുന്നത്. വിനോദസഞ്ചാരികളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി ആളുകളാണ് പാലത്തിലൂടെ യാത്ര ചെയ്തിരുന്നത്. പാലം തകർന്നതോടെ നല്ലതണ്ണിയിലേക്ക് പോകുന്ന കാൽനട യാത്രക്കാർ പുതിയ പാലത്തിലൂടെ ചുറ്റിവളഞ്ഞ് യാത്ര ചെയ്യേണ്ട അവസ്ഥയായി. மூணார் நல்லதண்ணி ஸ்டாண்டில் பகுதியில் இருக்கக்கூடிய ஒரு பாலம், பிடபிள்யூடைய பாலம், அந்த பாலம் பூர்ணமாயிட்டு தகர்ந்துட்டு வருஷங்களாக. ஆனால் சம்பந்தப்பட்ட பிடபிள்யூ அதிகாரிகளும் சர்க்காரும் இதுக்கு எந்த ஒரு முன்கையும் இதுவரை எடுக்கவில்லை. ஏன்னா இந்த பாலத்து வழியில் நல்லதண்ணி, கல்லாறு, பழைய மாங்குளம் போகக்கூடிய இந்த ரூட்டு இருக்குது. அதனால் சம்பந்தப்பட்ட அதிகாரிகளும் சர்க்காரும் முன் வந்து இந்த டெம்பரவரி பாலனாச்சில் உடனடியாக போட்டு அமைத்து தர வேண்டும் என்று இந்த பகுதியிலுடைய பொதுஜனங்களுடைய ஒரு கோரிக்கையாக இருக்குது.
இந்த பாலம் ஒன்று போய் ஒரு 3-4 மாதத்துக்கிட்ட ஆகிப்போச்சுங்க. இப்போ இந்த வழி போகிறதுக்கு எல்லாம் ரொம்ப டிராஃபிக்காக இருக்குது. எல்லாம் இங்கே வந்து திரும்பி தான் போகிறாங்க. இந்த பாலம் ஒன்று போட்டு கொடுத்தா நல்லாயிருக்கும். ஸ்கூல் பிள்ளைகள் நடக்கிறதுக்கும் ரொம்ப கஷ்டமாக இருக்குது. அந்த பாலம் சுற்றி போகிறதுனால டிராஃபிக் நிறையா இருக்கனால அந்த பாலம் சுற்றி போகிறதுக்கு ரொம்ப கஷ்டமாக இருக்குது. ரொம்ப பேர் டெய்லி நிறைய பேர் ஒரு 10-100 பேராச்சும் திரும்பி பார்த்துட்டு தான் போகிறாங்க. பாலம் ஆனால் கீழே போய் ஒரு 3-4 மாதத்துக்கிட்ட ஆகிப்போச்சு. இப்போ இந்த 6வது மாதத்தோட சேர்த்து 6 மாதம் ஆச்சு கரெக்டாக பாலங்களை போய் இதை ஒன்று நடவடிக்கை எடுத்து நல்லா போட்டு കൊടുത്താൽ നല്ലതായിരിക്കും. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ തിരക്കേറിയ പുതിയ പാലത്തിലൂടെ യാത്ര ചെയ്യുന്നത് അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. നടപ്പാലം പുനർനിർമ്മിച്ചാൽ തിരക്കേറിയ സമയങ്ങളിലും ഇതുവഴി സുരക്ഷിതമായി യാത്ര ചെയ്യാനാകും. നിർധന കുടുംബങ്ങളിലെ വിദ്യാർത്ഥിനികളുടെ തുടർ പഠനത്തിനായി CPM കട്ടപ്പന ഏരിയ കമ്മിറ്റി രൂപീകരിച്ച വിദ്യാഭ്യാസ സഹായ നിധിയുടെ ഭാഗമായുള്ള സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് നടന്നു. ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. 2 വിദ്യാർത്ഥിനികളുടെ LLB പഠനത്തിനായി 8 ലക്ഷം രൂപയാണ് സംഘാടക സമിതിയും കട്ടപ്പന ഏരിയയിലെ വിവിധ ഘടകങ്ങളും ചേർന്ന് സമാഹരിച്ചത്. CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ദേവിയുടെക്ക് LLBക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്, എന്നെ സഹായിക്കുമെന്നാണ് ചോദിച്ചത്. സ്വാഭാവികമായും അങ്ങനെ പറയുമ്പോൾ ഒരു വിദ്യാഭ്യാസം ഏറ്റെടുക്കേണ്ടി വരിക ഏതെങ്കിലും പ്രതീക്ഷയോട് കൂടിയാണല്ലോ നമുക്ക് വിളിക്കുന്നത്. അത് നിരാശപ്പെടുത്താൻ പാടില്ല. അപ്പോഴാണ് ഞാൻ ദേവിയുടെ വീട് എവിടെയാണ്, താമസം എങ്ങനെയാണ്, വീട്ടിലാരൊക്കെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഫോൺ സംഭാഷണം അവസാനിക്കുന്നതിന് മുമ്പായി മുത്തച്ഛി വന്നില്ല അല്ലേ? ദേവിയുടെ മുത്തച്ഛി ഫോൺ മേടിച്ചിട്ട് എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കുമെന്ന് ചോദിച്ചു. ശരി, നാളെ വരട്ടെ എന്ന് പറഞ്ഞു. ഒരു പേരെ എടുത്താണ് ജീവിക്കുന്നത്. പക്ഷേ തൻ്റെ ഭാര്യയ്ക്ക്, തൻ്റെ സഹജീവിക്ക് LLB ആയി പഠിക്കണമെന്ന് താല്പര്യത്തിന് കൈത്താങ്ങായുള്ള നിലപാട് സ്വീകരിക്കണമെന്ന നല്ല മനസ്സിന് ഉടമയായ ചെറുപ്പക്കാരന്മാർ. അതുകൊണ്ടാണ് 2 പേരുടെയും വിദ്യാഭ്യാസം കഴിഞ്ഞ വർഷമാണ് പണം സമാഹരിച്ച് കൊടുക്കാൻ കഴിയേണ്ടത്. പക്ഷേ നമുക്ക് വന്ന പരിപാടിയുടെ ഭാഗമായി കഴിഞ്ഞില്ല. തൊടുപുഴ അൽനസർ കോളേജ് 2 കുട്ടികൾക്ക് അഡ്മിഷൻ വാങ്ങിക്കൊടുത്തു. ഒന്നാം സമ്മാനമായ 1 പവൻ സ്വർണ്ണ നാണയം സ്വരാജ് സ്വദേശിനി മോളി തോമസിന് ലഭിച്ചു. 2ാം സമ്മാനമായ LED TV പേഴുങ്കവല സ്വദേശിനി ഡയോന ജോസഫിനും 3ാം സമ്മാനമായ ഫോം ബെഡ് കാഞ്ചാർ സ്വദേശി PK മനോജിനും ലഭിച്ചു. വിജയികൾക്ക് CV വർഗീസ് സമ്മാനങ്ങൾ കൈമാറി. കൂടാതെ 10ലേറെ പേർക്ക് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, ഫാൻ തുടങ്ങി പ്രോത്സാഹന സമ്മാനങ്ങളും ലഭിച്ചു. സംഘാടക സമിതി ചെയർമാൻ VR സജി അധ്യക്ഷനായിരുന്നു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KS മോഹനൻ, സംഘാടക സമിതി കൺവീനർ KP സുമോദ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ മാത്യു ജോർജ്, MC ബിജു, ടോമി ജോർജ്, ജോയി കുഴുകുത്തിയാനി, KN ബിനു, ലോക്കൽ സെക്രട്ടറിമാരായ ലിജോബി ബേബി, KN വിനീഷ് കുമാർ, ലിജു വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. കുവൈത്തിൽ തീപിടുത്തത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് ടീം കോൺഗ്രസ് വണ്ടിപ്പെരിയാർ. വണ്ടിപ്പെരിയാർ ടൗണിൽ നടന്ന അനുശോചന യോഗത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. പ്രവാസമില്ലാത്ത ഈ ലോകത്തു നിന്നും യാത്രയായവർക്കാണ് ടീം കോൺഗ്രസ് വണ്ടിപ്പെരിയാറിന്റെ നേതൃത്വത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചത്. ചെറുപ്പക്കാര് ആണ് കൂടുതലും മരണപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം, വളരെ ദീർഘനാളുകളെ കുവൈറ്റിൽ ജോലി ചെയ്തുകൊണ്ട് അവർ പ്രവാസ ജീവിതം നയിച്ചുകൊണ്ട് തങ്ങളുടെ കുടുംബത്തിനൊരു ആശ്രയമായി നിന്നവരാണ് പലരും മരിച്ചുപോയത്. ഏതാണ്ട് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പേ കുവൈറ്റിലെത്തിയ ഒരു ചെറുപ്പക്കാരന്, ഒരു യുവാവ് മരിക്കുന്നതിനുള്ള വണ്ടിപ്പെരിയാർ ടൗണിൽ നടന്ന അനുശോചന യോഗത്തിൽ DCC ജനറൽ സെക്രട്ടറിമാരായ ഷാജി പൈനടുത്ത, അഡ്വക്കേറ്റ് സുറിയക് തോമസ്, പീരുമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റൂബിൻ കാരക്കാട്ട്, കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം പ്രസിഡന്റ് രാജൻ കൊഴുവൻമാക്കൽ, വാളാടി മണ്ഡലം പ്രസിഡന്റ് ബാബു ആന്റപ്പൻ, മറ്റ് നേതാക്കളായ PT വർഗീസ്, ഷാരി ബിനു ശങ്കർ, VC ബാബു, VG ദിലീപ്, പ്രിയങ്ക മഹേഷ്, വനിതാ മുരുകൻ, N മഹേഷ് തുടങ്ങിയവർ സംസാരിച്ചു. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ LDF ഭരണസമിതിയുടെ ഭരണപരാജയങ്ങളും ഏകാധിപത്യ പ്രവണതകളും മൂലം പദ്ധതികൾ പലതും പാതിവഴിയിൽ നിലച്ചതായി UDF അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. മാർക്കറ്റ്, ശ്മശാനം തുടങ്ങിയ പദ്ധതികളാണ് നിലച്ചത്. 3 വർഷം മുമ്പ് 3 കോടി മുടക്കിയ മാർക്കറ്റ് കെട്ടിടത്തിന്റെ നിർമ്മാണം ഇതുവരെ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. 1.5 കോടി രൂപ കരാറുകാരന് നൽകാനുണ്ട്. 15 ലക്ഷം മുടക്കിയ ആധുനിക ശ്മശാനവും പാതിവഴിയിൽ നിലച്ചു. ഇവിടേക്ക് വാങ്ങിയ ജനറേറ്റർ തുരുമ്പെടുത്ത് നശിച്ചു. പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ 20 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ മലിനജലം ബസ് സ്റ്റാൻഡിലൂടെ ഒഴുകുകയാണ്. പല പദ്ധതികളും പാതിവഴിയിൽ നിലച്ചു. വാർഡുകളിൽ ഫണ്ട് അനുവദിക്കുന്നത് വിവേചനപരമായാണെന്നും ആരോപണമുണ്ട്. മാർക്കറ്റ് കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ച് നാളിതുവരെയായി പൂർത്തീകരിക്കുവാൻ സാധിച്ചിട്ടില്ല. എല്ലാ ഭരണ അനുകൂല സാഹചര്യങ്ങളും ഉണ്ടായിട്ടും സർക്കാരിൽ നിന്ന് വായ്പ നേടിയെടുക്കുന്നതിന് സാധിച്ചിട്ടില്ല. തനത് ഫണ്ടിൽ നിന്ന് 3 കോടി രൂപ നാളിതുവരെ ചെലവഴിച്ചു കഴിഞ്ഞിരിക്കുന്നു.
1.5 കോടി രൂപ കരാറുകാരന് പഞ്ചായത്ത് കൊടുക്കാത്തതിനാൽ കെട്ടിട നിർമ്മാണം പാതി വഴിയിൽ നിലച്ചിരിക്കുകയാണ്. ആയതിനാൽ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ച് മുറികൾ വാടകയ്ക്ക് കൊടുക്കുവാൻ സാധിക്കാത്തത് ഭരണസമിതിയുടെ വീഴ്ചയായി ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. ഏറെ കൊട്ടിഘോഷിച്ച് നിർമ്മാണം ആരംഭിച്ച പഞ്ചായത്തിന്റെ ആധുനിക പൊതു ശ്മശാനം 15 ലക്ഷം രൂപ ചെലവഴിച്ചതിന് ശേഷം പാതി വഴിയിൽ നിലച്ച് നിലയിലാണ്. ഇതിനുവേണ്ടി വാങ്ങിയ ജനറേറ്റർ തുരുമ്പ് പിടിച്ച് നശിച്ച നിലയിലുമാണ്. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന ഇടതുപക്ഷ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയുടെ തെളിവാണ് ഇത്. തെരുവ് വിളക്കുകൾ 74 എണ്ണം വീതം കൊടുക്കാമെന്നിരിക്കെ പ്രതിപക്ഷ വാർഡുകളിൽ 50 ചുരുക്കി. ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണ കാര്യത്തിലും വിവേചനമാണ് കാണിക്കുന്നത്. ഭരണപക്ഷ അംഗങ്ങൾക്ക് 40 ലക്ഷം രൂപ വരെ അനുവദിക്കുമ്പോൾ പ്രതിപക്ഷത്തിന് 6 ലക്ഷം രൂപ മാത്രമാണ് അനുവദിക്കുന്നത്. വീട് മെയിൻ്റനൻസ് ഉൾപ്പെടെയുള്ളവയുടെ ഫണ്ട് ഗുണഭോക്താക്കൾക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല. കൃഷിഭവൻ, മൃഗസംരക്ഷണ വകുപ്പ് എന്നിവയിലൂടെ നടപ്പാക്കേണ്ട പദ്ധതികളിൽ ഒന്നുപോലും നടപ്പാക്കാൻ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. പ്രതിപക്ഷ അംഗങ്ങളുടെ പരാതിയെ തുടർന്ന് 12-ന് നടന്ന പഞ്ചായത്ത് കമ്മിറ്റിയും തീരുമാനങ്ങളും അസാധുവാക്കിയതായും പ്രതിപക്ഷ അംഗങ്ങളായ MS മഹേശ്വരൻ, ജോജി ഇടപ്പള്ളിക്കുന്നേൽ, രാജേഷ് അമ്പഴത്തിനാൽ, ഷിഹാബ് ഈട്ടിക്കൽ, കുഞ്ഞുമോൻ മാന്തുരുത്തിയിൽ, ലുസി ദേവസ്യ, ലിനിമോൾ ജോസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ലോട്ടറി വാങ്ങാനെന്ന വ്യാജേന സമീപിച്ച് മൂന്നാറിൽ ലോട്ടറി വിൽപ്പനക്കാരനെ കബളിപ്പിച്ചതായി പരാതി. അടിമാലി കുരിശുപാറ സ്വദേശിയായ ജോസ് ആണ് കബളിപ്പിക്കപ്പെട്ടത്. 100 ലോട്ടറി ടിക്കറ്റാണ് ജോസിന് നഷ്ടമായത്. കഴിഞ്ഞ ദിവസമാണ് മൂന്നാറിൽ ലോട്ടറി വിൽപ്പനക്കാരനെ കബളിപ്പിച്ചത്. കുരിശുപാറ സ്വദേശിയായ ജോസ് അടിമാലിയിൽ നിന്നും ലോട്ടറി വാങ്ങി മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെയാണ് വിൽപ്പന നടത്തുന്നത്. ലോട്ടറി വിൽപ്പനയ്ക്കിടയിൽ ജോസ് മൂന്നാറിലെ ഒരു ഹോട്ടലിൽ ഉച്ചഭക്ഷണം കഴിക്കുവാനായി കയറി. ഇതിനിടയിൽ ലോട്ടറി എടുക്കാൻ ഒരാൾ ജോസിനെ സമീപിച്ചു. നമ്പർ തിരയാനെന്ന വ്യാജേന ഇയാൾ ജോസിന്റെ കൈവശമുണ്ടായിരുന്ന 200 ലോട്ടറികളും വാങ്ങി. അല്പസമയത്തിനകം ടിക്കറ്റുകൾ തിരികെ നൽകുകയും ഇയാൾ സ്ഥലത്തു നിന്ന് പോകുകയും ചെയ്തു. ഇതിനുശേഷമാണ് താൻ കബളിപ്പിക്കപ്പെട്ട വിവരം ജോസ് തിരിച്ചറിയുന്നത്. തിരികെ ലഭിച്ച 200 ലോട്ടറികളിൽ 100 എണ്ണം പഴയ ലോട്ടറികളായിരുന്നു. 100 ലോട്ടറി ടിക്കറ്റാണ് ജോസിന് കബളിപ്പിക്കപ്പെട്ടതിലൂടെ നഷ്ടമായത്. ടിക്കറ്റ് നോക്കാൻ വാങ്ങിച്ചിട്ട് ഇത്രയും ടിക്കറ്റ് വാങ്ങണ്ട, ഇത് പഴയ ഇന്നത്തെ ടിക്കറ്റ് വെച്ചിട്ട് ബാക്കിയെല്ലാം നറുക്കെടുപ്പ് കഴിഞ്ഞത്. അവനെ പിന്നെ മീൻ വെച്ചു, ഒരെണ്ണം മാത്രം മീൻ വെച്ചു. ഞാൻ ഭക്ഷണം കഴിക്കുവായിരുന്നു. ആ സമയത്താണ് സംഭവത്തെ തുടർന്ന് ജോസ് മൂന്നാർ പോലീസിൽ പരാതി നൽകി. തന്നെ കബളിപ്പിച്ച തട്ടിപ്പുകാരനെ വൈകാതെ പോലീസ് കണ്ടെത്തുമെന്ന പ്രതീക്ഷയിലാണ് ജോസ്. 2023 കവിതയ്ക്കുള്ള യുവതാര പുരസ്കാരം കാഞ്ചിയാർ ലബക്കട സ്വദേശി റോബിൻ എഴുത്തുപുരയ്ക്ക് ലഭിച്ചു. തിരുവനന്തപുരം കേസരി ഹാളിൽ നടന്ന പത്രസമ്മേളനത്തിൽ ജൂറി ചെയർമാൻ കവി കുരീപ്പുഴ ശ്രീകുമാറാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. റോബിന്റെ എളാമയുടെ പെണ്ണെന്ന കവിതയാണ് കുരീപ്പുഴ ശ്രീകുമാർ, വിനോദ് വൈശാഖി, ഷീജ വക്കം എന്നിവരടങ്ങുന്ന ജൂറി തിരഞ്ഞെടുത്തത്. 50,000 രൂപയും പ്രശസ്തി പത്രവും ഈ മാസം തൃശൂരിൽ നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. യുവധാര യുവ സാഹിത്യ പുരസ്കാരം 2021 കവിതാ വിഭാഗം പുരസ്കാര ജേതാവ് റോബിൻ എഴുത്തുപുര. അതിന്റെ കവിതയുടെ പേര് എളാമയുടെ പെണ്ണ്. ലബക്കട JPM കോളേജിൽ മലയാള അധ്യാപകനായി ജോലി ചെയ്യുന്ന റോബിൻ എഴുത്തുപുരയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെൽഫികൾ എന്ന കവിതാ സമാഹാരം അടുത്തിടെ DC ബുക്സ് പ്രസിദ്ധീകരിച്ചിരുന്നു. മുഖ്യധാരാ മാധ്യമങ്ങളിലും സാമൂഹിക മാധ്യമങ്ങളിലും കവിതകൾ എഴുതുന്നുണ്ട്. ആകാശവാണിയിലും നിരവധി തവണ കവിതകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. യുവതാര പബ്ലിഷർ VK സനോജ്, ചീഫ് എഡിറ്റർ V വസീഫ്, മാനേജർ M ഷാജർ, എഡിറ്റർ ഡോക്ടർ ഷി ജൂഖാൻ തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഭക്ഷണശാലകളിൽ ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് സൗജന്യ വൈദ്യ പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കട്ടപ്പന യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടന്നത്. കട്ടപ്പന നഗരത്തിലെ ഹോട്ടൽ, ബേക്കറി തുടങ്ങിയ സ്ഥാപനങ്ങളിൽ തൊഴിലെടുക്കുന്ന അതിഥി തൊഴിലാളികൾക്ക് വേണ്ടിയാണ് വൈദ്യപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കട്ടപ്പന യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന താലൂക്ക് ആശുപത്രിയുടെ സഹകരണത്തോടെയായിരുന്നു പരിപാടി. മലമ്പനി, മന്ത്, കുഷ്ഠരോഗം, ക്ഷയം തുടങ്ങിയ രോഗങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്ക്രീനിങ്ങും പരിശോധനയും നടത്തിയത്. നാട്ടിൽ പോവുകയും തിരിച്ചു വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ അവർക്ക് മലേറിയ പോലുള്ള അസുഖങ്ങൾ പിടിവരാനുള്ള സാധ്യതയുണ്ട്. അവ പരിശോധിക്കുന്നതിനും ഫൈലേറിയ, ലെപ്രസി മുതലായുള്ള അസുഖങ്ങളുണ്ടോ എന്ന് സ്ക്രീൻ ചെയ്യുന്നതിനും വേണ്ടിയാണ് ഇന്നത്തെ ക്യാമ്പ് ഇവിടെ നടത്തുന്നത്.
ഭക്ഷണ ഉൽപാദന വിതരണ മേഖലയിൽ പകർച്ചവ്യാധികൾ തടയുന്നതിനു വേണ്ടി ഇത്തരത്തിലെ പരിശോധനകൾ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ എല്ലാ വർഷവും സംഘടിപ്പിക്കാറുണ്ടെന്ന് KHRA യൂണിറ്റ് പ്രസിഡന്റ് സജീന്ദ്രൻ പൂവാങ്കൽ പറഞ്ഞു. കട്ടപ്പനയിലെ ഹോട്ടൽ വ്യാപാര മേഖലയിൽ പണിയെടുക്കുന്ന എല്ലാ തൊഴിലാളികളും രോഗങ്ങളില്ലാത്ത ആളുകളായിരിക്കണം. ഭക്ഷണ സാധനങ്ങൾ ഏറ്റവും കൈകാര്യം ചെയ്യുന്ന തൊഴിലാളികളാണ്. അവർക്ക് മറ്റു രോഗങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് അസോസിയേഷൻ്റെയും അതുപോലെ തന്നെ ഹോട്ടൽ ഉടമകളുടെയും ആവശ്യമാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു പരിശോധന ക്യാമ്പ് ഇവിടെ നടത്തുന്നത്. വൈകുന്നേരമാണ് 5 മണി മുതൽ 7:30 വരെ ഈ പരിശോധനകൾ നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. താലൂക്ക് ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ PK ദിലീപ്, ജയചൈമാരായ വിധു A സോമൻ, P രാജൻ, ജോൺ ജെയിംസ്, ജോബി താര, സുജാത എന്നിവർ ക്യാമ്പ് നയിച്ചു. KHRA കട്ടപ്പന യൂണിറ്റ് ഭാരവാഹികളായ സചീന്ദ്രൻ പൂവാങ്കൽ, KJ സുജികുമാർ, ബിനോയ് സെബാസ്റ്റ്യൻ, MT സുഭാഷ്, ശ്രീജിത്ത് മോഹൻ, ജയേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ബൈസൺവാലി ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ നീക്കം സംബന്ധിച്ച വിഷയത്തിൽ ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത്. പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ നിന്നും വേണ്ട വിധം മാലിന്യം നീക്കം ചെയ്യുന്നില്ലെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ഇതുമൂലം പലയിടങ്ങളിലും മാലിന്യം കുമിയുകയാണെന്ന് കോൺഗ്രസ് ബൈസൺവാലി മണ്ഡലം പ്രസിഡന്റ് തോമസ് നിരവത്തുപറമ്പിൽ ആരോപിച്ചു. ബൈസൺവാലി ഗ്രാമപഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ മാലിന്യം കുമിയുന്നുവെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. പഞ്ചായത്തിലെ മാലിന്യ നീക്കത്തിനെതിരെയാണ് ആക്ഷേപമുന്നയിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തിയിട്ടുള്ളത്. പ്ലാസ്റ്റിക് കുപ്പികൾ നിക്ഷേപിക്കുവാൻ വിവിധയിടങ്ങളിൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടങ്ങളിൽ ജൈവ മാലിന്യവും നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ മാലിന്യങ്ങൾ കൃത്യമായി നീക്കാതെ വന്നതോടെ പഞ്ചായത്തിന്റെ പലയിടങ്ങളിലും മാലിന്യം കുമിയുകയാണെന്ന് കോൺഗ്രസ് ബൈസൺവാലി മണ്ഡലം പ്രസിഡന്റ് തോമസ് നിരവത്തുപറമ്പിൽ ആരോപിച്ചു. പ്ലാസ്റ്റിക് ബോട്ടിൽ കളക്ഷന് വേണ്ടി ഇവിടെ ഒരു ബോക്സ് സ്ഥാപിച്ചിട്ടുണ്ട്. ആ ബോക്സിൻ്റെ മറയാക്കി ആ ബോക്സിലെ പ്ലാസ്റ്റിക് ബോട്ടിലും പഞ്ചായത്ത് നീക്കം ചെയ്യുന്നില്ല. അത് നീക്കം ചെയ്യാത്ത സ്ഥലത്ത് ഇപ്പോൾ ആളുകൾ കൊണ്ടുവന്ന് കടയിലെ മാലിന്യങ്ങൾ, അതുപോലെ വീട്ടിലെ മാലിന്യങ്ങൾ, അതുപോലെ വേസ്റ്റുകൾ, മാലിന്യം എന്ന് പറഞ്ഞാൽ വേസ്റ്റ്, പ്ലാസ്റ്റിക്, അതുപോലുള്ള ചപ്പി ചവറുകൾ, ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ എല്ലാം ഇവിടെ കൊണ്ട് കൂട്ടിയിടുന്ന സ്ഥിതിയാണ്. ഈ പരിസരത്തെല്ലാം വീടുകളും സ്ഥിര താമസക്കാരുമുണ്ട്. മറ്റ് പുതിയ ആളുകൾ, പുതിയ കുഞ്ഞിപ്പിള്ളേർ ജനിച്ചിട്ട് 10-30 ദിവസമായ കുഞ്ഞുങ്ങൾ പോലും താമസിക്കുന്ന വീടെല്ലാം ഇതിൻ്റെ പരിസരത്തുണ്ട്. എന്നിട്ട് ഇത് നീക്കം ചെയ്യാനുള്ള നടപടി പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. അധികാരികൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുകയും അത് നീക്കം ചെയ്യാനുള്ള നടപടി അടിയന്തരമായി ചെയ്യണം. മഴ പെയ്തതോടെ നിക്ഷേപിക്കപ്പെടുന്ന മാലിന്യം നനഞ്ഞു കിടക്കുന്ന സ്ഥിതിയുണ്ട്. ഇതുമൂലം മാലിന്യം അഴുകുകയും ദുർഗന്ധം ഉയരുകയും ചെയ്യുന്ന സ്ഥിതിയാണുള്ളതെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. കുമിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യം നീക്കാൻ നടപടി ഉണ്ടായില്ലെങ്കിൽ സാംക്രമിക രോഗങ്ങൾ പടരുന്നതിന് ഇടവരുത്തുമെന്നും കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു. രാജാക്കാട്ടിൽ സംരക്ഷണ ഭിത്തിയും ചുറ്റുമതിലും തകർന്ന അങ്കണവാടി അപകടാവസ്ഥയിൽ. രാജാക്കാട് ചേലച്ചുവട്ടിലെ 2-ാം നമ്പർ അങ്കണവാടിയാണ് അപകടാവസ്ഥയിലുള്ളത്. 2018 പെരുമഴയിലാണ് അങ്കണവാടിയുടെ ചുറ്റുമതിലും സംരക്ഷണ ഭിത്തിയും തകർന്നത്. 7 കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അപകട ഭീഷണി മൂലം മഴക്കാലത്ത് രക്ഷിതാക്കൾ കുട്ടികളെ ഇവിടേക്ക് അയക്കാറില്ല. മുമ്പ് കെട്ടിട നിർമ്മാണത്തിനായി 16 ലക്ഷം രൂപ അനുവദിച്ചിരുന്നെങ്കിലും തെറ്റായ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഇത് 4.5 ലക്ഷമായി വെട്ടിച്ചുരുക്കിയതായും ആക്ഷേപമുണ്ട്. അംഗൻവാടി ഈ കാലശേഷം ഇത്രയും കാലമായിട്ടും പ്രളയത്തിലുണ്ടായ ഈ ഇടിവും ഒക്കെ ഉണ്ടായിട്ടും ഇതുവരെയും ആ അംഗൻവാടി ഒന്ന് നന്നാക്കുന്നതിനോ അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിനോ രായക്കാട് പഞ്ചായത്തിന്റെ ഭരണസമിതി തയ്യാറായിട്ടില്ല. ഈ നാട്ടിലെ 13 പിള്ളേരുടെ ജീവൻ വെച്ചുകൊണ്ടാണ് കളിക്കുന്നുള്ള ഒരു കാര്യം രായക്കാട് പഞ്ചായത്ത് ഭരണസമിതി മനസ്സിലാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഈ അംഗൻവാടി പുനർനിർമ്മാണത്തിൽ ഉണ്ടാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് പിള്ളേരെയും അവിടുത്തെ ജീവനക്കാരെയും സേഫ്റ്റി ആക്കുന്നതിനുള്ള നടപടികൾ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. ഫലപ്രദമായ എസ്റ്റിമേറ്റ് എടുത്ത് പോയതിനു ശേഷം ഇതിന്റെ പേപ്പർ വർക്കുകൾ നീങ്ങി വന്നറിയുന്നതിന് വേണ്ടി ഞാൻ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ പഞ്ചായത്തിന്റെ ഈ പോരാതെ AXI വന്ന അതിന്റെ എസ്റ്റിമേറ്റ് വീണ്ടും പുനഃക്രമീകരിക്കണമെന്ന് പറഞ്ഞ പ്രകാരം അപ്പം ഞാൻ അറിയിക്കുകയുണ്ടായി. അപ്പോൾ എസ്റ്റിമേറ്റ് പുനഃക്രമീകരിക്കുമ്പോൾ എന്നെ അറിയിക്കണമെന്ന്. എന്തായാലും എന്നെ അറിയിക്കാതെ തന്നെ AXI വന്ന് ആ എസ്റ്റിമേറ്റ് പൊളിച്ചെഴുതുകയും 4.5 ലക്ഷം രൂപയായിട്ട് അത് ചുരുക്കി എസ്റ്റിമേറ്റ് ഇടുകയും ചെയ്തു. തൽഫലമായി ഈ 2022-23 വർഷക്കാലം ഒരു കോൺട്രാക്ടറും അത് എടുക്കാനില്ലാതെ അത് സ്പിൽ ഓവർ ആയാണ് ഉണ്ടായത്. തൽഫലമായി ഇന്ന് അംഗനവാടി വളരെ അപകടാവസ്ഥ നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ചെന്നെത്തിയിരിക്കുന്നത്. ഏകദേശം 7 കുട്ടികളും 30-ൽ പരം ഉപഭോക്താക്കളും ഈ അംഗനവാടിയുടെ കീഴിലുണ്ട്. തൽഫലമായി നമ്മുടെ കുട്ടികളുടെ ജീവൻ വെച്ചുകൊണ്ടുള്ള ഒരു വിളയാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് തന്നെ പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. തുക വെട്ടിച്ചുരുക്കിയതോടെ കരാറുകാർ നിർമ്മാണം ഏറ്റെടുക്കാനും തയ്യാറായില്ല. പുതിയതായി തുക അനുവദിച്ച കെട്ടിട നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്നാണ് ആവശ്യം.
കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിൽ വണ്ടിപ്പെരിയാർ ടൗണിൽ കാൽനട വാഹനയാത്രികർക്ക് അപകട ഭീഷണി ഉയർത്തി അലഞ്ഞു തിരിയുന്ന കന്നുകാലികൾ. നിരവധി പരാതികൾ ഉയർന്നതോടെ അലഞ്ഞു തിരിയുന്ന കന്നുകാലികളെ പിടിച്ചുകെട്ടി ഉടമസ്ഥരിൽ നിന്നും പിഴ ഈടാക്കി പ്രശ്നപരിഹാരം കാണുമെന്ന ഗ്രാമപഞ്ചായത്തിന്റെ പ്രഖ്യാപനം പാഴ്വാക്കായതായും ആക്ഷേപമുണ്ട്. കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിൽ വണ്ടിപ്പെരിയാർ ടൗണിലും പരിസര പ്രദേശങ്ങളിലുമാണ് അലഞ്ഞുതിരിയുന്ന കന്നുകാലികൾ യാത്രക്കാർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന കന്നുകാലികളെ പിടിച്ചുകെട്ടുന്നതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ പഞ്ചായത്തിൽ പരാതി നൽകിയെങ്കിലും നാളിതുവരെയായിട്ടും നടപടികൾ ഉണ്ടാകാത്തതിൽ വ്യാപക പ്രതിഷേധവും ഉയരുന്നുണ്ട്. കഴിഞ്ഞ ഒരു മാസത്തിലൂടെ വാഹനമിടിച്ച് ഇത്തരത്തിൽ 2 കന്നുകാലികളാണ് ചത്തത്. ഇവയെ മറവ് ചെയ്യുന്നതിന് 8000 രൂപയോളം പഞ്ചായത്തിന് നഷ്ടമായി. മുൻപ് സർവകക്ഷി യോഗം ചേർന്ന് അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന കന്നുകാലികളെ പിടിച്ചുകെട്ടി ഉടമയിൽ നിന്നും പിഴ ഈടാക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇതും കടലാസിൽ മാത്രം ഒതുങ്ങി. വിഷയത്തിൽ പഞ്ചായത്തിന്റെ നിസ്സംഗതയ്ക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. അപകട ഭീഷണി ഉയർത്തിയ മരം വെട്ടിമാറ്റിയെങ്കിലും മരത്തിന്റെ അവശിഷ്ടങ്ങൾ റോഡിൽ നിന്ന് മാറ്റാൻ തയ്യാറാവുന്നില്ല. രാജക്കാട് വാക്കാസിറ്റി റോഡിലാണ് മരം കിടക്കുന്നത്. വെട്ടിയിട്ട മരം പാതയോരത്ത് കിടക്കുന്നത് മൂലം അപകടങ്ങളും പതിവാണ്. രാജാക്കാട് വാക്കാസിറ്റി റോഡിലെ കൽക്കുടിയം കാനം തമ്പുഴ വളവിലാണ് അപകടങ്ങൾ തുടർക്കഥയാകുന്നത്. ഉന്നത നിലവാരത്തിൽ നിർമ്മിച്ച റോഡിൽ അപകട ഭീഷണി ഉയർത്തി നിന്ന മരം 2 വർഷം മുൻപാണ് മുറിച്ചു മാറ്റിയത്. എന്നാൽ മരക്കുറ്റി നീക്കം ചെയ്തിരുന്നില്ല. ചെറിയ വളവുള്ള സ്ഥലത്ത് പെട്ടെന്ന് മറുവശത്തു നിന്നെത്തുന്ന വാഹനങ്ങൾ കാണുക പ്രയാസകരമാണ്. വെട്ടിയിട്ട മരവും റോഡരികിൽ കിടക്കുന്നതും അപകട ഭീഷണിയാണ്. ഈ മരക്കുറ്റി ഇവിടെ കുറെ നാളുകളായിട്ട്, കുറെ വർഷങ്ങളായിട്ട് മരം വെട്ടിയിട്ട് ഇവിടേക്കാണ്. എല്ലാ ദിവസങ്ങളിലും ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ ഒരു അപകടം ഉണ്ടാകാറുണ്ട്. ഇത് പലവട്ടം പല അപകടം ഉണ്ടായി, പലരെയും അറിയിച്ചിട്ടും ഇതിനൊരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ തൊട്ടടുത്ത് താമസിക്കുന്ന, ഈ താഴെ വീട്ടിൽ താമസിക്കുന്ന, ഇത് എന്റെ വീട്. എല്ലാ ദിവസങ്ങളിലും ഇന്നലെ വൈകിട്ട് ഇവിടെ ഒരു അപകടം ഉണ്ടായി. എല്ലാ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു അപകടം ഉണ്ടാകാത്തതില്ല. ഒരാൾ കൈസ് ഈ മരക്കുറ്റിയെ തട്ടിയിട്ട് താഴെ ഈ തൊട്ട് എന്റെ സ്ഥലമാണ് ഈ കണ്ടത്തിലേക്കാണ് പോയത്. 2 വർഷത്തിനിടെ 2 ഡസനിലധികം അപകടങ്ങൾ ഇവിടെ നടന്നതായാണ് നാട്ടുകാർ പറയുന്നത്. പലപ്പോഴും നിയന്ത്രണം വിട്ട് വാഹനം സമീപത്തെ പാടത്തേക്കാണ് പതിക്കുക. ഗുരുതരമായി പരിക്കേറ്റവരുമുണ്ട്. ആ കുറ്റിയൊന്ന് മുറിച്ച് മാറ്റിക്കളയുന്നതിനോ അതിന്റെ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിനോ ഇതുവരെ അധികൃതർ തയ്യാറായിട്ടില്ല. 100 കണക്കിന് വാഹനങ്ങൾ അതിലെ പോകുന്നു. അതിലുപരി ടൂറിസ്റ്റ് വണ്ടികൾ ഉൾപ്പെടെ 100 കണക്കിന് വാഹനങ്ങൾ പോകുന്നു. അതുപോലെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഈ പരിസര പ്രദേശത്തുള്ള ഒത്തിരി സ്കൂൾ ബസ്സുകൾ ആ വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വഴിക്ക് വീതിയില്ലാത്ത സ്ഥലത്ത് ഈ കുറ്റി ഇങ്ങനെ നിൽക്കുന്നതിന്റെ പേരിൽ ആളുകൾക്ക് അവിടെ വരുമ്പോൾ നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. അതിലുപരി അവിടെ 100 കണക്കിന് വാഹനങ്ങൾ ആ വളവിൽ വരുമ്പോഴുള്ള കുറ്റി കാണാത്തതിന്റെ പേരിൽ ആ കുറ്റിയിൽ ഇടിച്ച് അപകടങ്ങൾ ഉണ്ടാകുന്നു. റോഡരികിലെ മരക്കുറ്റി പിഴുതുമാറ്റുകയും വളവ് നിവർത്താൻ നിർമ്മാണം നടത്തുകയും വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഉപ്പുതറ പൊരികണ്ണി എൽസപ്പള്ളി റോഡ് തകർന്ന് യാത്രാക്ലേശം രൂക്ഷം. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് നവീകരിക്കാനോ അറ്റകുറ്റപ്പണികൾ നടത്താനോ തയ്യാറാകാത്തതിൽ പ്രതിഷേധവും ശക്തമാണ്. 100 കണക്കിന് തോട്ടം തൊഴിലാളികളും നിരവധി വിദ്യാർത്ഥികളും സ്കൂൾ ബസ്സുകളും ഉൾപ്പെടെ കടന്നുപോകുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം നാളുകളായി ഉയരുന്നതാണ്. എന്നാൽ അറ്റകുറ്റപ്പണികൾ നടത്തി ഗതാഗത യോഗ്യമാക്കുവാൻ വേണ്ട നടപടികൾ അധികൃതർ സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപമാണ് ശക്തമായിരിക്കുന്നത്. പൊരികണ്ണിയിൽ നിന്നും എൽസപ്പള്ളി ചപ്പാത്ത് റോഡിന്റെ പകുതിയിലധികം ഭാഗം അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും ബാക്കിയുള്ള ഭാഗങ്ങൾ തകർന്നു കിടക്കുകയാണ്. ഇത് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അത് ദേശീയപാത പണി നടക്കുന്നതുകൊണ്ട് നിരവധി വാഹനങ്ങൾ ഇതുവഴിയാണ് കടന്നു വരുന്നത്. പ്രത്യേകിച്ച് സ്കൂൾ വണ്ടികളുണ്ട്, ട്യൂഷൻ പഠിക്കുന്ന പിള്ളേരൊക്കെ ഇത് നടന്നു പോകുന്നുണ്ട്. ഈ റോഡ് പണിയണമെന്ന് പറഞ്ഞ് നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചെങ്കിലും ഇതുവരെ അത് പണിയാൻ തയ്യാറായിട്ടില്ല. ഫണ്ട് റെഡിയായി വരുന്നുണ്ടെന്ന് പറയുന്നതല്ലാതെ നടക്കുന്നില്ല. എത്രയും വേഗം പരിഹരിച്ച് കിട്ടണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഉപ്പുതറ പൊരികണ്ണി ചപ്പാത്ത് റോഡ് വർഷങ്ങളായി ഇതേ ശോചനാവസ്ഥയിൽ കിടക്കുന്നത്. 100 കണക്കിന് വിദ്യാർത്ഥികൾ സ്കൂളിൽ പഠിക്കുന്ന ഗ്രേസ് ഗാർഡിന് മട്ടക്കട്ട സയൻസ് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ സ്കൂൾ വണ്ടിയുമായിട്ട് ഇതിലെ പോകുമ്പോൾ പോകാൻ ബുദ്ധിമുട്ടുള്ളതും എലിസുവാപ്പള്ളിയിൽ ഡെയിലി 10-100 പേര് ആരാധനയ്ക്ക് വരുന്ന പള്ളിയാണ് എലിസുവാപ്പള്ളി. ഈ വഴി കടന്നു പോകാനുള്ള ബുദ്ധിമുട്ടാണ്. റോഡിന്റെ പല ഭാഗത്തും ടാറിംഗ് ഇളകി വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടു കഴിഞ്ഞു. 2 വീലർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. കൂടാതെ ചപ്പാത്തിലേക്ക് എത്താനുള്ള എളുപ്പ മാർഗം കൂടിയാണ് ഈ റോഡ്. അടിയന്തരമായി ബന്ധപ്പെട്ട അധികൃതർ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ തയ്യാറാകണമെന്നാണ് ആവശ്യം. മഴക്കാലം ആരംഭിച്ചതോടെ അടിമാലി ബസ് സ്റ്റാൻഡ് പരിസരത്തെ വെള്ളക്കെട്ട് വാഹനയാത്രികർക്കും കാൽനട യാത്രക്കാർക്കും ഒരുപോലെ ബുദ്ധിമുട്ടുയർത്തുന്നു. ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് 1 വേ റോഡിലാണ് മഴയത്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയുള്ളത്. അടിമാലി ബസ് സ്റ്റാൻഡ് പരിസരത്തെ റോഡിൽ നിന്നും വെള്ളം ഒഴുകിപ്പോകുവാനായി ഉണ്ടായിരുന്ന ഓട അടഞ്ഞതാണ് വെള്ളം കെട്ടിക്കിടക്കാൻ കാരണം. വെള്ളക്കെട്ടൊഴിവാക്കാൻ ആളുകൾ ചില ശ്രമം നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. ഈ സാഹചര്യത്തിൽ അടഞ്ഞുപോയ ഓട തുറന്ന് വെള്ളം ഒഴുകിപ്പോകാനുള്ള വഴി ഒരുക്കണമെന്നാണ് ആവശ്യം.
വലിയ തോതിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ വാഹനങ്ങൾ പോകുമ്പോൾ കാൽനട യാത്രക്കാരുടെ ശരീരത്തേക്കും സമീപത്തെ വ്യാപാരശാലകളിലേക്കും വെള്ളം തെറിക്കുന്നത് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ ബസ് കാത്തുനിൽക്കുന്ന ഭാഗം കൂടിയാണിവിടം. സ്റ്റാൻഡിലെ ശുചിമുറികൾ ഉള്ളത് ഈ വെള്ളക്കെട്ടിന് സമീപമാണ്. മഴയത്ത് ശുചിമുറി മാലിന്യം ഏതെങ്കിലും വിധത്തിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കലർന്നാൽ കാൽനട യാത്രക്കാർക്ക് അത് കൂടുതൽ ദുരിതമാകും. കട്ടപ്പന ഓസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പുതിയ അധ്യയന വർഷത്തെ സ്വിമ്മിംഗ് പരിശീലനം ആരംഭിച്ചു. ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ് IPS ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ ആദ്യമായാണ് ഒരു സ്കൂൾ പഠനത്തിനൊപ്പം നീന്തൽ പരിശീലനവും പാഠ്യപദ്ധതിയുടെ ഭാഗമായി ചേർത്തിരിക്കുന്നത്. സ്കൂളിലെ എല്ലാ കുട്ടികളെയും നീന്തൽ പരിശീലിപ്പിക്കും. പുതിയ അധ്യയന വർഷത്തെ നീന്തൽ പരിശീലനം ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ് IPS ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന ഓശാനം ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വിമ്മിംഗ് പൂൾ എന്നിവിടെ ഇനോഗ്രേഷൻ ചെയ്തിരിക്കുകയാണ്. സ്വിമ്മിങ്ങിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇതൊരു ലൈഫ് സേവിങ് ആക്ടിവിറ്റി കൂടിയാണ്. അതുകൂടാതെ വളരെ നല്ലൊരു വർക്കൗട്ടാണ്. നമ്മുടെ ബോഡിക്ക് വളരെ നല്ല രീതിയിലൊരു വ്യായാമം നൽകുന്നതിന് സ്വിമ്മിങ്ങിന് സാധിക്കും. എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ ഈ സ്കൂളിനും സെമി ഒളിമ്പിക്സ് നിലവാരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന സ്വിമ്മിംഗ് പൂൾ ജില്ലയുടെ അഭിമാനമാണെന്നും നീന്തൽ പരിശീലനം ഇന്ന് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാത്യു പറപ്പള്ളിൽ, പ്രിൻസിപ്പൽ ഫാദർ മനു K മാത്യു, PTA പ്രസിഡന്റ് സജി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിൽ ഹൈബ്രിഡ് ക്ലാസ് റൂം ഉദ്ഘാടനം ചെയ്തു. CBSE, മൈക്രോസോഫ്റ്റ്, ടാഗ് എന്നിവയുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന നവീന പഠന രീതിയാണ് ഹൈബ്രിഡ് ലേണിംഗ്. ഇന്ത്യയിൽ ഒട്ടാകെ 60 സ്കൂളുകളിലാണ് പദ്ധതി പ്രാഥമിക ഘട്ടത്തിൽ ആരംഭിക്കുന്നത്. കേരളത്തിൽ നിന്നും പദ്ധതിയിൽ അംഗമായ ഏക സ്കൂളാണ് ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ. ഹൈബ്രിഡ് പഠന സമ്പ്രദായം നടപ്പിലാക്കുന്ന കുട്ടികൾക്ക് ഓരോ ലാപ്ടോപ്പ് ലഭിക്കുകയും അതിലൂടെ ഇന്ത്യയിലെ പ്രശസ്തമായ നിരവധി സ്കൂളുകളുമായി ബന്ധപ്പെടുവാനും അതാത് മേഖലകളുമായി ബന്ധപ്പെട്ട പ്രശസ്തരായവരുടെ ക്ലാസുകളിൽ പങ്കെടുക്കുവാനും അവസരം ലഭിക്കും. തൊഴിൽ പരിശീലനം, സ്കൂൾ സിനിമ, കോളേജ് കണക്ട്, ഹെൽത്ത് കിയോസ്ക് എന്നിവ ഈ പദ്ധതിയുടെ ഭാഗമാണ്. ഹെൽത്ത് കിയോസ്കിന്റെ ഭാഗമായി കുട്ടികൾക്ക് രോഗനിർണയം നടത്തുവാനും ഇന്ത്യയിലെ പ്രശസ്ത ഡോക്ടർമാരുമായി കൺസൾട്ട് ചെയ്യുവാനും കഴിയും. ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഹൈബ്രിഡ് ക്ലാസ് റൂം ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഫാദർ വർഗീസ് ഇടത്തിച്ചിറ, അഡ്മിനിസ്ട്രേറ്റർ ഫാദർ വിപിൻ തോമസ്, PTA പ്രസിഡന്റ് സണ്ണി സേവിയർ, കോർഡിനേറ്റർ ജോജോ എബ്രഹാം എന്നിവർ സംസാരിച്ചു. നെടുങ്കണ്ടം പച്ചുടി ശ്രീനാരായണ LP സ്കൂളിൽ 2024-25 അധ്യയന വർഷത്തെ ആദ്യത്തെ പൊതുയോഗം സംഘടിപ്പിച്ചു. പുതിയ അധ്യയന വർഷത്തിൽ രക്ഷിതാക്കളും കുട്ടികളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പുതിയ PTA അംഗങ്ങളെ തിരഞ്ഞെടുക്കൽ തുടങ്ങിയവയും നടന്നു. കുട്ടികളെ എങ്ങനെ മിടുക്കരാക്കി വളർത്താം, കുട്ടികളുടെ മികച്ച ശീലങ്ങൾ, അച്ചടക്കം, കുട്ടികളെ നല്ല രീതിയിൽ നയിക്കുന്നതിന് രക്ഷിതാക്കൾക്കുള്ള പങ്ക് തുടങ്ങിയവ എങ്ങനെയായിരിക്കണമെന്ന് സ്കൂൾ ഹെഡ് മാസ്റ്റർ PK ബിജു ക്ലാസ് നയിച്ചു. സ്കൂൾ മാനേജർ സജി ചാലിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നെടുങ്കണ്ടം ശാഖാ സെക്രട്ടറി AV മണിക്കുട്ടൻ മുഖ്യപ്രഭാഷണം നടത്തി. PTA പ്രസിഡന്റ് പ്രസന്നകുമാർ കൊല്ലംപറമ്പിൽ, MPTA പ്രസിഡന്റ് ബിജി മരിയ ചാണ്ടി, മാനേജ്മെന്റ് കമ്മിറ്റി അംഗം ഷാജി പ്രതികാലായിൽ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ സീനിയർ അസിസ്റ്റന്റും PTA സെക്രട്ടറിയുമായ സതീഷ് KV പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇടുക്കിയിൽ ചിത്രീകരണം പൂർത്തിയാക്കിയ ഒരു കഥ പറയും നേരം എന്ന സിനിമയുടെ റിലീസ് ഞായറാഴ്ച നടക്കും. റിയാസ് സിദ്ദിഖ് സംവിധാനം ചെയ്ത സിനിമയുടെ ചിത്രീകരണം വാഗമൺ അടക്കമുള്ള വിവിധ പ്രദേശങ്ങളിലാണ് നടന്നത്. റിട്ടയർഡ് പോലീസ് ഇൻസ്പെക്ടർ TC ദേവസ്യ, സൗവർണിക സജീവ്, പമീലിയ ബിനോയ്, പ്രതാപൻ തൂക്കുപാലം തുടങ്ങി നിരവധി ആളുകൾക്കാണ് സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചത്. കട്ടപ്പന ഐശ്വര്യ തിയേറ്ററിൽ രാവിലെ 10 മണിക്കാണ് ആദ്യ ഷോ. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. വെള്ളച്ചാട്ടങ്ങളുടെ നാടാണ് മാങ്കുളം. ചെറുതും വലുതുമായ നിരവധി ജലപാതങ്ങൾ മാങ്കുളത്തേക്ക് എത്തുന്ന സഞ്ചാരികളെ കാത്തിരിപ്പുണ്ട്. മഴക്കാലം ആരംഭിച്ചതോടെ മാങ്കുളത്തെ ഈ വെള്ളച്ചാട്ടങ്ങളൊക്കെയും ജലസമൃദ്ധമായി കഴിഞ്ഞു. എത്ര കണ്ടാലും മതിവരാത്ത മനോഹര കാഴ്ചകളാണ് ഈ വെള്ളച്ചാട്ടങ്ങൾ സമ്മാനിക്കുന്നത്.
33 വെള്ളച്ചാട്ടം, പെരുമ്പൻകുത്ത് വെള്ളച്ചാട്ടം, കൈനഗിരി വെള്ളച്ചാട്ടം, നക്ഷത്രക്കുത്ത്, കോഴിവാലൻകുത്ത്, ചിന്നാർകുത്ത് തുടങ്ങി കണ്ണും മനവും കുളിർപ്പിക്കുന്ന ഒന്നിലധികം വെള്ളച്ചാട്ടങ്ങളുടെ നാടാണ് മാങ്കുളം. പീച്ചാട് പിന്നിട്ട് മാങ്കുളത്തേക്കുള്ള യാത്ര ആരംഭിക്കും മുതൽ വെള്ളച്ചാട്ടങ്ങളുടെ ഈ മനോഹാരിത കണ്ടു തുടങ്ങും. കാട്ടാനകളും കാനന ഭംഗിയുമൊക്കെയുണ്ടെങ്കിലും പച്ചപ്പിന് നടുവിൽ വെള്ളിവരകൾ തീർക്കുന്ന വെള്ളച്ചാട്ടങ്ങൾ തന്നെയാണ് മാങ്കുളത്തേക്ക് സഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കുന്നത്. മഴക്കാലം ആരംഭിച്ചതോടെ മാങ്കുളത്തെ ഈ വെള്ളച്ചാട്ടങ്ങളൊക്കെയും ജലസമൃദ്ധമായി കഴിഞ്ഞു. എത്ര കണ്ടാലും മതിവരാത്ത മനോഹര കാഴ്ചകളാണ് ഈ വെള്ളച്ചാട്ടങ്ങൾ സമ്മാനിക്കുന്നത്. വേനൽക്കാലത്ത് മാങ്കുളത്തേക്കെത്തുന്ന സഞ്ചാരികൾ ഈ വെള്ളച്ചാട്ടങ്ങളിൽ ഇറങ്ങി കുളിക്കുകയും ചിത്രങ്ങൾ പകർത്തുകയുമൊക്കെ ചെയ്യും. എന്നാൽ മഴയാരംഭിച്ച് ജലപാതങ്ങൾ ജലസമൃദ്ധമായാൽ അകലെ നിന്നവ കണ്ട് ആസ്വദിക്കുകയും ചിത്രങ്ങൾ പകർത്തുകയും മാത്രമേ തരമുള്ളൂ. പക്ഷേ കോടമഞ്ഞ് പുൽകുന്ന മാങ്കുളത്തിന്റെ താഴ്വരയിൽ ഈ വെള്ളച്ചാട്ടങ്ങൾ കണ്ട് എത്ര സമയം നിന്നാലും സഞ്ചാരികൾക്ക് മതിയാവില്ല. വെള്ളച്ചാട്ടങ്ങൾ കണ്ട് മഴ നനഞ്ഞ് മൺസൂൺ ടൂറിസം ആസ്വദിക്കാൻ ധാരാളം സഞ്ചാരികൾ മാങ്കുളത്തേക്ക് എത്തുന്നുണ്ട്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. RNS സ്പൈസസ് ഏലയ്ക്ക ലേല വിവരം. ആകലോട്ട് 151, വിൽപ്പനയ്ക്ക് വന്നത് 40,616, വിൽപ്പന നടന്നത് 39,675. കൂടിയ വില 3018, ശരാശരി വില 2440. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 680 രൂപ, ഏലം കൂടിയ വില 2400, ഏലം ശരാശരി വില 2000. കാപ്പിപ്പരിപ്പ് 350, ഗ്രാമ്പു 975, കൊക്കോ 130, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6650 രൂപ, വെള്ളി 91. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കട്ടപ്പന സുവർണഗിരിയിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഫോറൻസിക് സംഘവും തെളിവുകൾ ശേഖരിച്ചു. ഭാര്യ വീട്ടിലെത്തിയ ഫ്രാൻസിസിനെ വെൺമാന്ത്ര ബാബു കോടാലി ഉപയോഗിച്ച് കൊലപ്പെടുത്തിയത് വെള്ളിയാഴ്ച വൈകിട്ട്. കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് സർവകലാശാലയുടെ 14ാമത് സ്ഥാപിത ദിനാഘോഷം വാഗമൺ കോലാഹലമേട് ക്യാമ്പസിൽ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. ക്ഷീരമേഖലയും അതോടനുബന്ധിച്ചുള്ള പുൽകൃഷി വളർത്തലും സജീവമായ ഇടുക്കിയിൽ ഫാം ടൂറിസത്തിന് വലിയ പ്രാധാന്യമാണുള്ളതെന്ന മന്ത്രി. നെടുങ്കണ്ടത്ത് ഗാർഹിക പീഡന പരാതിയിൽ ഭർത്താവിനെതിരെ കേസെടുത്തു. 3 വർഷമായി ഗാർഹിക പീഡനം നേരിടുന്നതായും കൊലപ്പെടുത്താൻ ഭർത്താവ് ശ്രമിക്കുന്നതായും സൂചിപ്പിച്ച് നെടുങ്കണ്ടം പോലീസിൽ പരാതി നൽകിയത് തൂക്കുപാലത്ത് വിവാഹം കഴിച്ചയച്ച ആലപ്പുഴ സ്വദേശിനിയായ യുവതി. വിലക്കയറ്റത്തിൽ നട്ടം തിരിഞ്ഞ പൊതുജനങ്ങൾ. മലയാളിയുടെ തീൻമേശയിലെ ഇഷ്ടമത്സ്യമായ മത്തിയുടെ വില 350 കടന്നു. മറ്റു ജനപ്രിയ മത്സ്യങ്ങൾക്കെല്ലാം വില 300 രൂപയ്ക്ക് മുകളിൽ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.